മക്കളെ, കൗരവ പാണ്ഡവ യുദ്ധം 3-ാം ദിവസം ആയപ്പോൾ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭീഷ്മരുടെ യുദ്ധവൈഭവത്തിന് മുന്നിൽ പാണ്ഡവ സൈന്യം തോറ്റു പിന്മാറുകയായിരുന്നു. കൗരവപക്ഷത്ത് നിന്നാൽ ഭീഷ്മരെയും ദ്രോണരെയും വധിക്കുമെന്ന് അർജുനൻ എടുത്ത ഒരു പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പാർത്ഥനെ ഭീഷ്മർക്ക് നേരെ തിരിച്ചു. അർജുനൻ യുദ്ധം ചെയ്ത് ഭീഷ്മരോട് തോറ്റില്ല എങ്കിലും അവശനായി തീർന്നു. സാത്യകി തുടങ്ങിയ മഹാരഥന്മാർ അർജുനനെ സഹായിക്കാൻ എത്തി. അപ്പോൾ ശ്രീകൃഷ്ണൻ യുദ്ധരംഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിടത്താണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത്. ഭീഷ്മരെ ഭയന്ന് പാണ്ഡവപ്പട യുദ്ധഭൂമിയിൽ നിന്നും ഓടിപ്പോകാൻ തുടങ്ങിയിരുന്നല്ലോ. അതുകൂടാതെ അർജുനനും വിവശനാകുന്നത് കണ്ടപ്പോഴാണ് ശ്രീകൃഷ്ണൻ ഇടപെട്ടത്. ഭഗവാൻ സാത്യകിയോട് പറഞ്ഞു, സാത്യകി, ഇവിടെ നിന്ന് ഓടിപ്പോകുന്നവരെല്ലാം പൊയ്ക്കോട്ടെ, ഇനിയുള്ളവരും ഓടിപ്പോട്ടെ. എന്നാലും ഭീഷ്മരും ദ്രോണരും എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ തേരിൽ നിന്നും വീഴ്ത്താൻ എനിക്ക് കഴിയും. കൗരവപ്പടയിൽ ഒരു രഥം പോലും ബാക്കിയാകാതെ വീഴ്ത്തുവാൻ എനിക്ക് നിസ്സാരമായി സാധിക്കുന്നതാണ്. എൻ്റെ ചക്രായുധം കൊണ്ട് ഈ കൗരവപ്പട മുഴുവൻ നിഷ്പ്രഭമായി പോകും. സാത്യകി, കൗരവരെ മുഴുവൻ ഞാൻ വധിച്ച് യുധിഷ്ഠിരനെ വാഴിക്കുവാൻ പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞ് രഥത്തിൻ്റെ കടിഞ്ഞാൺ ഭഗവാൻ തേർത്തട്ടിൽ വെച്ചു. കോടിസൂര്യപ്രഭയോടെ സുദർശന ചക്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. അതുമായി അദ്ദേഹം ഭീഷ്മരുടെ നേർക്ക് പാഞ്ഞു ചെന്നു. കൃഷ്ണൻ്റെ ആ വരവിൽ ഭീഷ്മർ തെല്ലും ചഞ്ചലനായില്ല. അദ്ദേഹം വില്ലിൽ ഞാണലി മുഴക്കിക്കൊണ്ട് പറഞ്ഞു, ലോകപാലകനായ ഭഗവാനെ, വന്നാലും എൻ്റെ ഈ തേർത്തട്ടിൽ വെച്ച് തന്നെ എന്നെ വധിച്ചാലും അങ്ങ് സർവ്വചരാചരങ്ങൾക്കും അഭയം നൽകുന്നവനാണ്. ഭഗവാനെ, അങ്ങയുടെ ചക്രായുധം കൊണ്ട് ഞാൻ വധിക്കപ്പെട്ടാൽ ഇഹലോകത്തും പരലോകത്തും എനിക്ക് കീർത്തി ലഭിക്കും. അങ്ങയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതുകൊണ്ട് അർജുനൻ വേഗമെത്തി ശ്രീകൃഷ്ണനെ തടയാൻ ശ്രമിച്ചു. ആ തടസ്സം തട്ടി നീക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ മുന്നോട്ട് പോയി. അപ്പോൾ പാർത്ഥൻ ഭഗവാന്റെ മുന്നിലെത്തി ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അർജുനനെ കുതറിമറിയിട്ട് ഭഗവാൻ മുന്നിലേക്ക് നടന്നു. എന്നിട്ട് ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അപ്പോൾ സുസ്മേരവദനായി പാർത്ഥൻ പറഞ്ഞു, സർവ്വജനപാലക, പാണ്ഡവർക്ക് അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല. ഇതാ എൻ്റെ മുൻ തലമുറയിലും പിൻതലമുറയിലും പെട്ട എല്ലാവരെയും കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ ശപഥം നിറവേറും വരെ ഈ പോരിൽ നിന്നും എനിക്ക് പിന്മാറ്റമില്ല. ഈ വാക്കുകൾ കേട്ട് ഭഗവാൻ ശാന്തനായി. ചക്രായുധധാരിയായി തന്നെ പാർത്ഥൻ്റെ രഥത്തിലേക്ക് ചെന്നു. തേർത്തട്ടിലിരുന്നു. പാഞ്ചജന്യം മുഴങ്ങി. ഗാന്ധീവത്തിൽ നിന്നും ഞാണൊലി ദിഗന്ധങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇത് കേട്ട് കൗരവസൈന്യം സംഭിതരായി. അവർ നാലുപാടും നോക്കി അന്താളിച്ചു നിൽക്കുമ്പോൾ ഗാന്ധീവത്തിൽ നിന്നും അസ്ത്രങ്ങൾ പുറപ്പെട്ടു തുടങ്ങി. അർജുനനെ തടയാൻ ഭീഷ്മരും ശല്യരും ദുര്യോധനനും ഭൂരിശ്രവസും ഒത്തുകൂടി. അവരുടെ ശരങ്ങളെ നിലം തൊടാതെ പാർത്ഥൻ തകർത്തു. ഉടൻ മാഹ്യേന്ദ്രം എന്ന അസ്ത്രത്താൽ പാർത്ഥൻ കൗരവപ്പടയെ തടഞ്ഞു. അതിൽ നിന്നും പുറപ്പെട്ട അഗ്നേയാസ്ത്രങ്ങൾ സൈനികരുടെയും ആനകൾ, കുതിരകൾ എന്നിവരുടെയും ശരീരത്തിൽ തുളച്ചു കയറി. പാർത്ഥൻ കൗരവപ്പടയിൽ നാശം വിതയ്ക്കുന്നത് കണ്ട് പാണ്ഡവ സൈന്യത്തിലെ വീരന്മാർ ആഹ്ലാദാരവങ്ങൾ മുഴക്കി. പാർത്ഥൻ അയച്ച മാഹ്യേന്ദ്രാസ്ത്രം ശത്രു സൈന്യത്തിൽ വൻ നാശം വിതച്ചു. അതാ സൂര്യൻ അസ്തമിക്കുകയായി. രാജാവേ, ഈ 3-ാം ദിവസത്തെ യുദ്ധത്തിൽ അവിടുത്തെ സൈന്യം പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചു. ഇനി പുലർന്നാൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് കടക്കുകയായി. യുദ്ധത്തിൻ്റെ 4-ാം ദിവസം സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ അടുത്തെത്തി. രാജാവേ, വളരെ കുപിതനായിട്ടാണ് ഭീഷ്മർ യുദ്ധകളത്തിൽ എത്തിയത്. അർജുനനെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ദുര്യോധൻ, ഭൂരിശ്രവസ് എന്നിവരും അർജുനനെ ലക്ഷ്യം വെച്ച് തന്നെ പൊരുതി. എന്നാൽ ശൂരനായ അഭിമന്യു അവിടെ എത്തി ഇവരുടെ ചാപങ്ങളെ തകർത്തു. ഭീഷ്മർ അഭിമന്യുവിനെ ഗണിക്കാതെ അർജുനനോട് തന്നെ യുദ്ധം ചെയ്തു. പക്ഷേ ഗാന്ധീവത്തിൽ നിന്നും പുറപ്പെടുന്ന അസ്ത്രങ്ങളെ തടയുവാൻ എല്ലാവർക്കും പ്രയാസമായിരുന്നു. അതിനാൽ ഭീഷ്മർ അർജുനൻ്റെ മറ്റുള്ള ആയുധങ്ങളെ തകർത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് അശ്വത്ഥാമാവ്, ശല്യർ, ഭൂരിശ്രവസ്, സാമ്യമിനി രാജാവിൻ്റെ മകൻ എന്നിവർ അഭിമന്യുവിനെ വളഞ്ഞ് ആക്രമണം അഴിച്ചുവിട്ടു. അഭിമന്യു പിന്മാറിയില്ല. അയാൾ എല്ലാവരോടും ഒരേ സമയം തന്നെ യുദ്ധം ചെയ്തു. അഭിമന്യുവിൻ്റെ ശരങ്ങളെ തടയുവാൻ ആർക്കും ശക്തിയുണ്ടായില്ല. കൗരവ സൈന്യമാകെ പരിഭ്രാന്തിയിലായി. ഇത് മനസ്സിലാക്കി അങ്ങയുടെ സൈന്യത്തിലെ മഹാരഥന്മാർ അഭിമന്യുവിനെ തടഞ്ഞു നിർത്തി. ഒട്ടും പരിഭ്രമമില്ലാതെ അഭിമന്യു എല്ലാവരോടും എതിർത്തു. അയാളുടെ ശരങ്ങളേറ്റ് ശല്യർക്കും അശ്വത്ഥാമാവിനും മുറിവ് പറ്റി. അപ്പോൾ ഭൂരിശ്രവസ് ഒരു ശക്തിയെ പ്രയോഗിച്ചു.
അഭിമന്യു ശരമെയ്ത് അതിനെ തകർത്തു. സാമ്യമിനിയുടെ പുത്രൻ്റെ തേർക്കൊടിമരം തകർന്നു. അഭിമന്യുവിനെ എതിർക്കാനെത്തിയ ശല്യരുടെ തേർക്കുതിരകളെ 4നെയും അഭിമന്യു വധിച്ചു. അഭിമന്യുവിൻ്റെ പരാക്രമം കണ്ട് വിറളി പിടിച്ച ദുര്യോധനൻ 25,000 സൈനികരെ അങ്ങോട്ടയച്ചു. അവർക്ക് അഭിമന്യുവിനെയും അർജുനനെയും വധിക്കാനായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത്. സൈന്യത്തിൻ്റെ വരവ് കണ്ട് ധൃഷ്ടദ്യുമ്നൻ ഭാരിച്ച ഒരു സൈന്യവുമായി അങ്ങോട്ട് പോയി. ധൃഷ്ടദ്യുമ്നൻ്റെ ആക്രമണത്തിൽ മാതൃദേശത്തെ 10 വീരന്മാരും കൃതവർമാവിൻ്റെ അംഗരക്ഷകനും കൗരവപുത്രനായ ദമനനും യമപുരിയിലേക്ക് യാത്രയായി. സാമ്യമിനി രാജാവിൻ്റെ പുത്രൻ ധൃഷ്ടദ്യുമ്നനെ ആക്രമിക്കുവാൻ തുടങ്ങി. അയാളുടെ വില്ല് ധൃഷ്ടദ്യുമ്നൻ തകർത്തു. വില്ല് തകർന്നപ്പോൾ രാജകുമാരൻ വാളുമേന്തി പോരിനിറങ്ങി. ധൃഷ്ടദ്യുമ്നൻ കോപത്തോടെ ഒരു ഗദയുമായി എത്തി സാമ്യമിനി പുത്രൻ്റെ തലയിൽ ആഞ്ഞ് പ്രഹരിച്ചു. രാജകുമാരൻ്റെ കയ്യിൽ നിന്ന് വാളും പരിചയും തെറിച്ചുപോയി. ആ ഗദയുടെ ആഘാതത്താൽ തല പിളർന്ന് സാമ്യമിനി പുത്രൻ വധിക്കപ്പെട്ടു. കൗരവപക്ഷത്തിന് അതൊരു വലിയ ആഘാതമായിരുന്നു. മകൻ്റെ മരണവാർത്ത അറിഞ്ഞ് സാമ്യമിനി രാജാവ് ധൃഷ്ടദ്യുമ്നൻ്റെ നേർക്ക് പാഞ്ഞു ചെന്നു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം ആരംഭിച്ചു. ഈ തക്കം നോക്കി ശല്യരും ധൃഷ്ടദ്യുമ്നനെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ശല്യരുടെ ശരങ്ങളാൽ പാഞ്ചാലകുമാരൻ ആകെ മൂടിപ്പോയി. അയാളുടെ വില്ല് തകർന്നു വീണു. ഇത് അഭിമന്യു കണ്ടു. അയാൾ ശല്യരെ ആക്രമിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദുര്യോധനൻ ശല്യരുടെ രക്ഷയ്ക്കായി വികർണൻ, ദുശാസനൻ, വിവിംശതി, ദുർമർഷണൻ തുടങ്ങിയ സഹോദരന്മാരെ അയച്ചു. പക്ഷേ പാണ്ഡവപക്ഷത്ത് അപ്പോഴേക്കും ധൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, ഭീമൻ, പാഞ്ചാലിയുടെ പുത്രന്മാർ, നകുലസഹദേവന്മാർ എന്നിവർ ഒത്തുചേർന്നിരുന്നു. 2 സംഘങ്ങളും ഏറ്റുമുട്ടി. നകുലസഹദേവന്മാർ ശല്യരോടാണ് പോരാടിയത്. മാദ്രരാജാവായ ശല്യരുടെ സഹോദരിയായ മാദ്രിയാണല്ലോ നകുലസഹദേവന്മാരുടെ മാതാവ്. ആ പരിഗണനയൊന്നും കൂടാതെയാണ് അവർ യുദ്ധം ചെയ്തത്. 2 സംഘങ്ങളും പരസ്പരം പോരാടി. ഇരുപക്ഷത്തും നേട്ടവും കോട്ടവും ഉണ്ടായിരുന്നു. ദുര്യോധനൻ തൻ്റെ ആജന്മശത്രുവായ ഭീമനെയാണ് ലക്ഷ്യം വെച്ചത്. ദുര്യോധനൻ്റെ വരവ് കണ്ട് ഗദയുമെടുത്തുകൊണ്ട് ഭീമൻ മുന്നോട്ട് ചെന്നു. അതുകണ്ട് അങ്ങയുടെ പുത്രൻ ഭീതിയോടെ യുദ്ധരംഗം വിട്ട് പിന്തിരിഞ്ഞോടി. ഓടിപ്പോയ അയാൾ മഗധയിലെ രാജാവിൻ്റെ മുന്നിലെത്തി 10,000 ആനകളടങ്ങുന്ന ഒരു സൈന്യത്തെ ഭീമൻ്റെ നേർക്ക് അയച്ചു. ഇത് കണ്ട് ഭീമൻ ഗദയുമെടുത്ത് ഭൂമിയിലിറങ്ങി ആനകളെ അടിച്ചു കൊല്ലുവാൻ തുടങ്ങി. അലറിക്കൊണ്ട് അയാൾ ഓരോ ആനകളെ വീഴ്ത്തി. ആ സിംഹഗർജനം കേട്ട് ആനകൾ വിരണ്ടുപോയി. ഭീമൻ പോർക്കളം നിറഞ്ഞാടി. കൗരവപക്ഷത്തെ ആനകൾ ഒന്നൊന്നായി ചത്തുവീണു. ഭീമൻ്റെ ക്രുദ്ധരൂപം കണ്ട് സാക്ഷാൽ ശ്രീപരമേശ്വരൻ പോർക്കളത്തിൽ സംഹാരതാണ്ഡവമാടുകയാണോ എന്ന് കൗരവർ സംശയിച്ചു. പക്ഷേ അങ്ങയുടെ പുത്രനായ നന്ദകൻ ഒരു കൂട്ടൻ രഥസൈന്യവുമായി എത്തി ഭീമനെ ആക്രമിച്ചു. ദുര്യോധനനും ഒപ്പം കൂടി. ഇരുവരും ചേർന്ന് ഭീമൻ്റെ മാറിലേക്ക് അസ്ത്രങ്ങൾ തുടരെ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭീമൻ തേരിൽ കയറി. എന്നിട്ട് സാരഥിയായ വിശോകനോട് പറഞ്ഞു, നീ കണ്ടോ, ഈ കൗരവർ എന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ്. നീ ഈ രഥം അവരുടെ നേർക്ക് പായിക്കൂ, ബാക്കി കാര്യം ഞാൻ ചെയ്തുകൊള്ളാം. വിശോകൻ അതനുസരിച്ച് തേർതെളിച്ചു. ദുര്യോധനൻ്റെ ശരമേറ്റ് ഭീമൻ്റെ വില്ല് തകരുകയും സാരഥിക്ക് മുറിവേൽക്കുകയും ചെയ്തു. ദുര്യോധനൻ ഭീമൻ്റെ മാറിടത്തിൽ അസ്ത്രം എയ്ത് ഏൽപ്പിച്ചു. ആ ആഘാതത്തിൽ ഭീമൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി. അപ്പോൾ അഭിമന്യുവും കൂട്ടരുമെത്തി ദുര്യോധനൻ്റെ കിരീടം ലക്ഷ്യമാക്കി ശരപ്രയോഗം നടത്തി. മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന ഭീമൻ ദുര്യോധനനെ തടഞ്ഞുകൊണ്ട് ശല്യർക്കു നേരെ അമ്പുകൾ വർഷിച്ചു. മുറിവ് പറ്റിയ ശല്യർ പോർക്കളം വിട്ട് പാഞ്ഞുപോയി. അങ്ങയുടെ മക്കളിൽ 14 പേർ കൂട്ടമായി ഭീമനെ ആക്രമിച്ചു. സംഹാരമൂർത്തിയായി മാറിയ ഭീമൻ അസ്ത്രങ്ങളാൽ ജലസന്ധൻ, ഉഗ്രൻ, സുഷേണൻ, സേനാപതി, ഭീമരഥൻ, വീരബാഹു, സുലോചനൻ എന്നീ അങ്ങയുടെ 7 പുത്രന്മാരെ പരലോകത്തേക്ക് അയച്ചു. മറ്റുള്ള അങ്ങയുടെ പുത്രന്മാർ ജീവഭയത്താൽ ഓടിമറഞ്ഞു. എന്നിട്ട് ഭീമൻ തൻ്റെ ഒപ്പമുള്ള മഹാരഥന്മാരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ധൃതരാഷ്ട്രപുത്രന്മാരെയെല്ലാം കൊന്നൊടുക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയായി പിടികൂടി എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. ഇത് കേട്ട് ക്രോധം മുഴുത്ത കൗരവസൈന്യം ഭീമൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. അപ്പോൾ ഭഗദത്തൻ ഒരാനയുടെ മുകളിലിരുന്നു കൊണ്ട് ഭീമനെ ആക്രമിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് അഭിമന്യു തൻ്റെ സംഘവുമായി എത്തി ഭഗദത്തനെ ആക്രമിച്ചു. അവർ 4 പാടിൽ നിന്ന് ഭഗദത്തിനെയും അയാളുടെ വാഹനമായ ആനയെയും ശരങ്ങൾ കൊണ്ട് പ്രഹരിക്കുവാൻ തുടങ്ങി. പക്ഷേ ഭഗദത്തൻ ശക്തമായ ഒരു ബാണം കൊണ്ട്
ഭീമൻ്റെ മേൽ മുറിവേൽപ്പിച്ചു. അത് താങ്ങാനാവാതെ ഭീമൻ മോഹാലസ്യപ്പെട്ട് തേർക്കൊടിമരത്തിൽ ചാരി ഇരുന്നുപോയി. ഭഗദത്തൻ ആർത്തു വിളിച്ചു. ഭീമൻ്റെ അവസ്ഥ കണ്ട് മകനായ ഘടോൽക്കജൻ കോപാകുലനായി അന്തർധാനം ചെയ്ത് മായയാൽ നിർമ്മിച്ച ഒരു ഐരാവതത്തിൻ്റെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ഐരാവതത്തിൻ്റെ ഉപദ്രവത്താൽ സഹികെട്ട ഭഗദത്തൻ്റെ ആന ദീനസ്വരത്തിൽ ചിഹ്നം വിളിക്കുവാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ഭീഷ്മർ ദ്രോണരോടും ദുര്യോധനോടും പറഞ്ഞു, ഭഗദത്തൻ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു. വേഗം അയാളുടെ സഹായത്തിനെത്തുക. അയാളുടെ ആനയുടെ വിലാപമാണ് കേട്ടത്. പാണ്ഡവപക്ഷത്തെ ആഹ്ലാദാരവും കേൾക്കുന്നുണ്ട്. വേഗം പുറപ്പെട്ടു ചെല്ലുക. ഭീഷ്മരുടെയും ദ്രോണരുടെയും നേതൃത്വത്തിൽ കൗരവ സൈന്യം ഭഗദത്തനെ തുണയ്ക്കുവാൻ എത്തി. ഒരു വലിയ സൈന്യം വരുന്നത് കണ്ട് ഘടോൽക്കജൻ ഭീകരമായി അലറി. ആ അലർച്ച കേട്ട് ഭീഷ്മർ പറഞ്ഞു, ഇപ്പോൾ ഘടോൽക്കജനുമായി ഏറ്റുമുട്ടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവൻ ശക്തനാണ്. ഇന്ദ്രന് പോലും ഇപ്പോൾ അവനോട് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല. അവൻ്റെ രാക്ഷസീയ ശക്തി മുഴുവൻ ഉണർന്നിരിക്കുന്നു. തൽക്കാലം നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം. ഘടോൽക്കജൻ്റെ യുദ്ധവീര്യം കണ്ട് കൗരവരാകെ ഭയന്ന് നിൽക്കുകയായിരുന്നു. ഭീഷ്മർ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് കേട്ട മാത്രയിൽ തന്നെ അതിനുള്ള പ്രഖ്യാപനം വന്നു. യുദ്ധത്തിൽ ഏറ്റ പരാജയത്തിൻ്റെ ജാള്യതയുമായി കൗരവർ ശിബിരത്തിലേക്ക് മടങ്ങിപ്പോയി. വിജയാഹ്ലാദത്തോടെ പാണ്ഡവരും മടങ്ങി. സഹോദരന്മാരിൽ ചിലർ മരിച്ചതിൽ ദുര്യോധനൻ ദുഃഖിതനായിരുന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.